Hi friends, welcome back to our channel Fayhas Kitchen. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ബ്രെഡും പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. ഈ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം ചെറുതാക്കി അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബനാനൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനേക്ക് വേണ്ടിയിട്ട് ഒരു എഗ്ഗിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, 2 ഏലക്ക ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബനാനൻ്റെ ആ ഒരു മിക്സിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ടെക്സ്ചറിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് വേണം. ഞാനിപ്പോൾ ഇതൊരു 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അരികൊന്നും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല. സെൻറ്ററിൽ സ്ക്വയർ ഷേപ്പിലാണ് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിലാണ് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ സെൻറ്റർ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു പീസ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കുന്നില്ല. കാരണം ഈ ഒരു പീസും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ എല്ലാ സ്ലൈസ് ബ്രെഡും ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ പീസ് ആ ഒരു സ്ലൈസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആ സെൻറ്ററിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ എഗ്ഗും ബനാനയും കൂടിയുള്ള ആ ഒരു ഫില്ലിങ് അതൊന്ന് നിറച്ചു കൊടുക്കുക. കൂടുതലായിട്ട് ഫില്ല് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ആകുമ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ പീസൊക്കെ വെച്ചിട്ട് കവർ ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരും. എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ ആ ഒരു പീസ് അതിങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഉള്ളു വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെക്കും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈവനിങ്ങിനൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ബ്രെഡും മുട്ടയും പിന്നെ അതുപോലെ തന്നെ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ടൈം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഫൈഹാസ് കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.